ഇനി ഇതിന്റെ കൂടെ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക, ട്രൂ ലൈൻ വരയ്ക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഹൊറിസോണ്ടൽ ട്രേസ്, വെർട്ടിക്കൽ ട്രേസ് എന്നൊക്കെ പറയാം. എന്താണ് ഈ ഹൊറിസോണ്ടൽ ട്രേസ്, എന്താണ് ഈ വെർട്ടിക്കൽ ട്രേസ് എന്ന് ഞാൻ പറയാം. ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഞാൻ ഈ സ്കെയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് ഇതിന്റെ ഈ എഡ്ജ് ഒരു ലൈൻ ആയിട്ട് വിചാരിക്കും. അങ്ങനെ ലൈൻ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ദിസ് ലൈൻ ഈസ് ഇക്വൽ ടു ദിസ് വാൾ, അറ്റ് ദ സെയിം ടൈം ദിസ് ലൈൻ ഈസ് ഇക്വൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. എച്ച് പിക്ക് ഗ്രൗണ്ടിലും ഇക്വൽ ആയിട്ടാണ്, അതേപോലെ ഈ ചുമരിനും ഇക്വൽ ആയിട്ടാണ്. രണ്ട് സ്ഥലത്തും ആംഗിൾ ഉണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും ആംഗിൾ ഉണ്ടോണ്ട് ദിസ് ലൈൻ ഈസ് ഇക്വൽ ടു ബോത്ത് പ്ലെയിൻസ് ഉള്ള കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് വിചാരിക്കുന്നറിയോ, ഈ ലൈനിന്റെ നീളം നീളം കൂടി കൂടി പോകുന്നത് വിചാരിക്കും. അങ്ങനെ ഇമേജിൻ ചെയ്യാം. അങ്ങനെ ശരിക്കും സംഭവിക്കുന്നില്ല, നിങ്ങൾ ഇമേജിൻ ചെയ്യാം. അങ്ങനെ ഇമേജിൻ ചെയ്തുകൊണ്ട് ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോവുക. അങ്ങനെ നീണ്ടു പോവുക ഒന്നുകിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നീട്ടാം, ഇങ്ങോട്ടേക്ക് നീട്ടാം, അങ്ങോട്ടേക്ക് നീട്ടാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലൈൻ അങ്ങോട്ടേക്ക് നീട്ടി കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് നീണ്ടു കഴിയുമ്പോൾ ഈ ലൈൻ ആരെ ഇന്റർസെക്ട് ചെയ്യും? വെർട്ടിക്കൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യും. ആക്ച്വലി സോറി ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യും. ആക്ച്വലി ഈ ലൈൻ ഇപ്പോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലാണ്. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലുള്ള ഈ ലൈന് നീളം കൂടി 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 പോയിട്ട് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യാം. ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർസെക്ഷൻ ഓഫ് ലൈന്, ഈ ലൈനിന്റെ ഇന്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതിനെയാണ് എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ലൈനിന്റെ ഈ ഇങ്ങോട്ടേക്ക് നീട്ടിക്കൊണ്ടുപോയാൽ, അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഈ ചുവരിൽ ഇടിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയി അവരെ ഇടിപ്പിച്ചു, നിലത്ത് ഇടിപ്പിച്ചു. അങ്ങനെ നിലത്ത് ഇടിപ്പിച്ച സമയത്ത് എന്ത് കിട്ടി? ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടി. ഇനി അതേപോലെ ഈ ലൈന് നമ്മൾ പുറത്തോ ഇങ്ങോട്ടേക്ക് നീട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു പോയിട്ട് ഈ ചുവരിലിടിക്കും. ആ ചുവരിലിടിക്കുന്ന സമയത്ത് ആ ചുവരിലിടിക്കുന്ന സ്ഥലമാണ് വെർട്ടിക്കൽ ട്രേസ്. അപ്പൊ എന്താണ് വെർട്ടിക്കൽ ട്രേസ്, എന്താണ് ഹൊറിസോണ്ടൽ ട്രേസ്? വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ ലൈൻ വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ. ഇന്റർസെക്ഷൻ ഓഫ് ദി ഗിവൺ ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യവും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ HTVT കാണാൻ വേണ്ടി പറയും. ചിലപ്പോൾ ചില ക്വസ്റ്റിനകത്ത് HTVT തരും. അപ്പൊ എന്തായാലും HTVT കിട്ടിക്കഴിഞ്ഞാൽ HTVT എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ HTVT കാണാനുള്ള മാർഗം എങ്ങനെയാണ്, ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ HTVT കാണുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ റഫ് ആയിട്ടൂടെ വരയ്ക്കുകയാണ്. XY ലൈൻ വരച്ചു. നമ്മള് ഫ്രണ്ട് വ്യൂ ഉണ്ട്, നമുക്ക് അതേപോലെ ടോപ്പ് വ്യൂ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു ഫിഗർ വരച്ചു എന്നേ ഉള്ളൂ. ഏത് ഫിഗറിലും ഇതേ ലോജിക്ക് തന്നെ ചെയ്താൽ മതി. അപ്പൊ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ഞാൻ വരച്ചു. ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, ടോപ്പ് വ്യൂ നമുക്ക് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് വന്ന പ്രകാരം വരച്ചിട്ടുണ്ട്. ഇനി HTVT എന്തായിരിക്കും? HTVT എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTVT എന്ന് പറയുന്ന സാധനം നേരത്തെ നമ്മൾ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? HT ആദ്യം നോക്കാം. ഇങ്ങനെയുള്ള ലൈന്, ട്രൂ ലൈന് നീളം കൂടി കൂടി പോയിട്ട് എവിടെ മുട്ടണം? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യണം. ആ ഇന്റർസെക്ട് ചെയ്ത സ്ഥലത്തിന് എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയും. അപ്പൊ അത് നിങ്ങളോട് ഇമേജിൻ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോയിട്ട് അവിടെ മുട്ടുക എന്ന് പറയുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോയിട്ട് അവിടെ മുട്ടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ? ആ ഫ്രണ്ട് വ്യൂ അങ്ങനെ ലൈൻ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ നീണ്ടു പോകില്ലേ? അങ്ങനെ ലൈന് ചെന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുട്ടുമ്പോ ഫ്രണ്ട് വ്യൂ ചെന്നിട്ട് എവിടെ മുട്ടും? XY ലൈനിൽ മുട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നീണ്ടുപോകുന്ന ആ നീണ്ടുപോകുന്ന കണ്ടീഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ലൈൻ ഇങ്ങനെ നീളം കൂടി കൂടി പോകുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ നീളം കൂടി ഫ്രണ്ട് വ്യൂ ഇങ്ങനെ നീളം കൂടും, അങ്ങോട്ടേക്ക് കൂടും. അങ്ങനെ കൂടി വന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്തുകൊണ്ടാണ് നീളം കൂടിയേ? നമ്മൾ ഇമേജിൻ ചെയ്ത് എന്താണ്? ലൈനിന്റെ നീളം കൂടി പോകുന്നതായിട്ടാ. അങ്ങനെ ലൈനിന്റെ നീളം കൂടി പോയിട്ട് HP മുട്ടി. അങ്ങനെ HP മുട്ടുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ നീളം കൂടി പോയിട്ട് XY ലൈനിൽ മുട്ടും. ഓക്കെ, അങ്ങനെ XY ലൈനിൽ മുട്ടി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ H' എന്നാ മാറ്റി. അപ്പൊ ഫ്രണ്ട് വ്യൂ നീണ്ടു പോയിട്ട് അവിടെ മുട്ടിയതിന് H'. അത് HT അല്ല കേട്ടോ. കാര്യം ശരിക്കും ആക്ച്വൽ ലൈന് മുട്ടുന്നത് XY ലൈനിലല്ലോ. ആക്ച്വൽ ലൈൻ ചെന്ന് മുട്ടുന്നത് XY ലൈനിലല്ലോ. XY ലൈനിന്റെ ഫ്രണ്ടിലോട്ടാണ് മുട്ടുണ്ടാവും. ഇങ്ങനെയാണ് ലൈൻ ഇരിക്കുന്നതെങ്കിൽ ഈ ആക്ച്വൽ ലൈൻ ഇന്റർസെക്ട് ചെയ്ത സ്ഥലമാണ് ശരിക്കും HT എന്ന് പറഞ്ഞത്. അപ്പൊ ആക്ച്വൽ ലൈൻ ഇന്റർസെക്ട് ചെയ്ത സ്ഥലം കിട്ടാൻ വേറെ ലോജിക് ഉണ്ട്. ആ ലോജിക്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂ കിട്ടുക. ടോപ്പ് വ്യൂ അല്ല സോറി, ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഇതിങ്ങനെ നീണ്ടു പോയിട്ട് എവിടെ മുട്ടി? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുട്ടി. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുട്ടിയ സ്ഥലമാണ് HT എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ലൈൻ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നീണ്ടു പോകും, ഫ്രണ്ട് വ്യൂ നീണ്ടു പോയിട്ട് XY ലൈനിൽ മുട്ടും. ആ മുട്ടിയ സ്ഥലം എവിടെയാണോ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്റർസെക്ട് ചെയ്ത സ്ഥലം ഒരു കാരണവശാലും എന്തായിരിക്കില്ല? XY ലൈനിലായിരിക്കില്ല. ലൈൻ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇന്റർസെക്ട് ചെയ്ത XY ലൈനിന്റെ ഫ്രണ്ടിലായിരിക്കും. ആ ഫ്രണ്ടിലേക്കുള്ള സ്വഭാവം എങ്ങനെ കിട്ടും? അപ്പൊ അതിനു വേണ്ടിയിട്ട്
ഫ്രണ്ട് വ്യൂ നീളുന്നതോടൊപ്പം ആരും നീളും, ടോപ്പ് വ്യൂ നീളും. അപ്പൊ എക്സ് വൈ ലൈനിൽ ഇത് മുട്ടിക്കഴിഞ്ഞാൽ ഈ ടോപ്പ് വ്യൂ ഇങ്ങനെ നീട്ട്, ഈ ഫ്രണ്ട് വ്യൂ നീളുന്നതോടൊപ്പം ടോപ്പ് വ്യൂ നീളും. അങ്ങനെ ഫ്രണ്ട് വ്യൂ നീളി ഇവിടെ മുട്ടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ നീണ്ട് ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പൊ എച്ച് ഡി എന്താണത്? അപ്പൊ എച്ച് ഡി ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ് വൈ ലൈനിൽ മുട്ടുക, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിലേക്ക് ആരെ കൊണ്ടുപോവുക? ടോപ്പ് വ്യൂനെ കൊണ്ടുപോവുക. അതായിരിക്കും എച്ച് ടി എന്ന് പറയുന്നത്. ഇനി വി ടി എന്തായിരിക്കും? വി ടി എന്തായിരിക്കും എന്ന് അറിയണമെങ്കിൽ ടോപ്പ് വ്യൂനെ നീട്ടുക, എവിടെ വരെ നീട്ടുക? എക്സ് വൈ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന വരെ നീട്ടുക. അതാണ് വി. അവിടെ നിങ്ങളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിലേക്ക് ആരെ കൊണ്ടുപോവുക? ഫ്രണ്ട് വ്യൂനെ കൊണ്ടുപോവുക. അതായിരിക്കും വി ടി എന്ന് പറയുന്നത്. അപ്പോ എക്സ് വൈ ലൈനിൽ എങ്ങനെയാണ് എച്ച് ടി വി ടി കിട്ടുന്നത്? ഒറ്റ പ്രാവശ്യം പറയാം. ഫ്രണ്ട് വ്യൂ നീട്ടിയിട്ട് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യിക്കുക. ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എച്ച് ഡാഷ് എഴുതി വെക്കുക. അവിടെ നല്ലൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, 90 ഡിഗ്രിയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈനിലേക്ക് ആരെ കൊണ്ടുവരിക? ടോപ്പ് വ്യൂനെ കൊണ്ടുവരിക. അങ്ങനെ ടോപ്പ് വ്യൂനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ് എച്ച് ടി. വി ടി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ടോപ്പ് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ മുട്ടിക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഈ ടോപ്പ് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ മുട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ വി എഴുതി വെക്കണം. ആ വി എഴുതി വെച്ച സ്ഥലത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക 90 ഡിഗ്രി. അതിലേക്ക് ആരെ കൊണ്ടുപോവുക? അതിലേക്ക് നമ്മൾ ഫ്രണ്ട് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. അതായിരിക്കും എന്ന് പറഞ്ഞാല് വി ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ വി ടി എന്താണ്, എച്ച് ടി എന്താന്ന് മനസ്സിലായി. ഫ്രണ്ട് വ്യൂ നീട്ടി എക്സ് വൈ ലൈനിൽ മുട്ടി വെർട്ടിക്കൽ ലൈൻ വരച്ച് ടോപ്പ് വ്യൂ കൊണ്ടുവന്നാൽ എച്ച് ടി കിട്ടും. ടോപ്പ് വ്യൂ നീട്ടി എക്സ് വൈ ലൈനിൽ മുട്ടി വെർട്ടിക്കൽ ലൈൻ വരച്ച് അതിലേക്ക് ഫ്രണ്ട് വ്യൂനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആര് കിട്ടും? വി ടിനെ കിട്ടും. അപ്പൊ എച്ച് ടി വി ടി എങ്ങനെ കിട്ടുന്നു എന്നുള്ള മനസ്സിലായത്. അതിന്റെ ഡ്രോയിങ്ങിന്റെ പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്. എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയായിരിക്കും? ഈ ലൈൻ വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയായിരിക്കും? ഈ സ്ഥലം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന സമയം ഇതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യും. എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല ശരിക്കും ഇന്റർസെക്ഷൻ നടന്നത്, ഇത്രയും ഫ്രണ്ടിലാണ്. ഈ ഫ്രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടച്ച് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ വെർട്ടിക്കൽ ലൈനെ കൊണ്ട് വരയ്ക്കും. ആ വെർട്ടിക്കൽ ലൈനാണ് ഈ ലൈൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ വരയാണ് ഈ വരയായിട്ട് വരച്ചത്. അപ്പൊ അതിനകത്ത് ടച്ചിങ് പോയിന്റ് ഏതാന്നുള്ള അറിയണമെങ്കിൽ ആര് വന്ന് ഈ ലൈൻ ഇങ്ങനെ വന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോപ്പ് വ്യൂ ഇവിടെ നിലത്തുണ്ടാവുമല്ലോ, ഈ ടോപ്പ് വ്യൂ വന്നിട്ടു ഇതിനെ ബീറ്റ് ചെയ്യും. ഈ വരുന്ന വരേന് ഈ ടോപ്പ് വ്യൂ വന്നിട്ട് അങ്ങ് ഇടിക്കും. അപ്പൊ ആ ടോപ്പ് വ്യൂ വന്നിട്ട് അങ്ങ് ഇടിക്കുന്ന സമയത്ത് ഈ കിട്ടുന്നതാണ് എച്ച് ടി എന്ന് പറയുന്നത്. അപ്പൊ എച്ച് ടി എന്താ, വി ടി എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ലോജിക്ക് മനസ്സിലായില്ലേ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഡ്രോയിങ്ങിലെ സ്റ്റെപ്സ് ഓർത്താൽ മതി. എങ്ങനെയാണോ ഡ്രോയിങ്ങിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ മുട്ടിയാൽ എച്ച് ഡാഷ് എഴുതുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിലേക്ക് ആരെ കൊണ്ടുവരിക? ടോപ്പ് വ്യൂനെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് എച്ച് ടി. ടോപ്പ് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യിക്കുക, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിലേക്ക് ആരെ കൊണ്ടുപോവുക? ഫ്രണ്ട് വ്യൂനെ കൊണ്ടുപോവുക. അതായിരിക്കും വി ടി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ എച്ച് ടി വി ടിയുടെ കാര്യങ്ങൾ. ശരി, അപ്പൊ എല്ലാം